തിരുത്തൽ നീക്കങ്ങളിലൂടെ ബഹുദൂരം മുന്നോട്ടു പോകാൻ ശ്രമം നടത്തുന്ന സർക്കാർ ഇപ്പോൾ സ്വയം കുഴി തോണ്ടുന്ന അവസ്ഥയിലാണ്. മന്ത്രിമാർ തമ്മിലെ സ്വരച്ചേർച്ചയില്ലായ്മ പലപ്പോഴായി പാർട്ടിയിൽ സംഭവിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ അത് വളരെ പ്രകടമായ രീതിയിൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ വെങ്കല മെഡൽ നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളി താരമാണ് PR ശ്രീജേഷ്. അദ്ദേഹത്തിന് 2 കോടി രൂപ പാരിതോഷികം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് സ്വീകരണം നൽകാനുള്ള തീരുമാനത്തിലായിരുന്നു സർക്കാർ. എന്നാൽ ഇപ്പോൾ ശ്രീജേഷിന് സർക്കാർ നൽകുന്ന സ്വീകരണം മാറ്റിവെച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ അഭിമാന താരമായ PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വീകരണം മന്ത്രിമാരുടെ ഈഗോ ക്ലേഷിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നത് കായിക താരത്തോടുള്ള അപമാനമാണ് എന്ന് വേണം കരുതാനായിട്ട്. കായിക വകുപ്പാണോ വിദ്യാഭ്യാസ വകുപ്പാണോ സ്വീകരണം നൽകേണ്ടതെന്ന തർക്കം സർക്കാരിന്റെ കൂട്ട ഉത്തരവാദിത്തമില്ലായ്മയും വിട്ടുവീഴ്ചയും തന്നെയാണ്. രാജ്യത്തിനു വേണ്ടി 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ കായിക താരത്തെ വ്യക്തിപരമായി അവഹേളിക്കുക കൂടിയാണ് സർക്കാർ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. മന്ത്രിമാർ തമ്മിലുള്ള തർക്കവും ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ചടങ്ങ് മാറ്റിവെച്ചതുമൊന്നും അറിയാതെ ശ്രീജേഷും കുടുംബവും സ്വീകരണ ചടങ്ങിന് തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയായിരുന്നു. രാജ്യം ആദരിക്കുന്ന ഹോക്കി താരത്തോട് എന്ത് മര്യാദയാണ് സംസ്ഥാന സർക്കാർ കാട്ടിയത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ ജന്മനാട്ടിൽ PR ശ്രീജേഷ് നേരിട്ട അപമാനത്തിന് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവും ആരോപിക്കുന്നുണ്ട്. ഇനി ഒരു കായിക താരത്തിനും ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകരുതെന്നും അഭിമാന താരങ്ങളെ അപമാനിക്കാതിരിക്കാനെങ്കിലും സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രീജേഷും കുടുംബവും സ്വീകരണത്തിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരുന്നു. യാത്രാമധ്യേ മന്ത്രി V ശിവൻകുട്ടി വിളിച്ച് സ്വീകരണം മാറ്റിവെച്ച കാര്യം അറിയിക്കുകയായിരുന്നു. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. നേരത്തെ തിരുവനന്തപുരത്ത് സർക്കാരിന് കീഴിൽ ശ്രീജേഷിന് സ്വീകരണ ചടങ്ങുകൾ ഒരുക്കുകയും ചെയ്തിരുന്നതാണ്. ടോക്കിയോ ഒളിമ്പിക്സിന് പിന്നാലെ പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ അദ്ദേഹം നേടിയിരുന്നു. രണ്ടിലും ശ്രീജേഷ് നിർണായകമായ പങ്കും വഹിച്ചിരുന്നു. പാരീസ് ഒളിമ്പിക്സ് മെഡലോടെ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് താരം വിരമിക്കുകയും ചെയ്തു. ഒളിമ്പിക്സിന് മുന്നേ തന്നെ ശ്രീജേഷ് പാരീസിലേത് അവസാന മത്സരമായിരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. വിരമിച്ചതിന് പിന്നാലെ ആദരസൂചകമായി ശ്രീജേഷ് ധരിച്ചിരുന്ന 14 നമ്പർ ജേഴ്സി വിരമിക്കുന്നതിനായി ഹോക്കി ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കളിക്കളത്തിൽ നിന്ന് വിരമിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശ്രീജേഷ് ഹോക്കി ഇന്ത്യ പുതിയ ചുമതലയും നൽകിയിരുന്നു. താരത്തെ ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകനായി ഹോക്കി ഇന്ത്യ പ്രഖ്യാപനവും നടത്തിയതാണ്. എന്ന് തന്നെയാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നേട്ടമായി മാറിയ PR ശ്രീജേഷിനെയാണ് സർക്കാർ ഈഗോ ക്ലേശം മൂലം അധിക്ഷേപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പാണോ കായിക വകുപ്പാണോ ആദരം നൽകേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം. എന്നിരുന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വലിയൊരു മുന്നേറ്റത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് മന്ത്രിമാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നതെന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. ഇക്കാര്യത്തിൽ കൃത്യമായൊരു നടപടി എടുക്കാൻ മുഖ്യമന്ത്രിക്കോ അഥവാ വേണ്ടപ്പെട്ടവർക്കോ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ സർക്കാരിന് മേലിൽ പതിച്ചിരിക്കുന്ന ഒരുപാട് കരിനിഴലുകളിൽ ഇതുകൂടി ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ്.